ഹായ് ഫ്രണ്ട്സ്, അംബാനിയുടെ മകൻ്റെ മാരേജിന് പൃഥ്വിരാജും സുപ്രിയയും പോയി. ഇനി അതിനവർ കേൾക്കാത്ത കുറ്റങ്ങളൊന്നുമില്ല. ഈ ഒരു വീഡിയോ ഞാൻ അവരുടെ വീഡിയോ കണ്ടു. അപ്പോൾ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റുകളാണ് ഞാൻ ശ്രദ്ധിച്ചത്. എൻ്റെ ദൈവം, എന്തൊക്കെയാണ് അതായത് അവരുടെ പ്രശ്നം എന്താണെന്നറിയോ? ലാലേട്ടനെയും മമ്മൂക്കയെയും വിളിച്ചില്ല. നമ്മൾക്കറിയില്ലല്ലോ ഇനി മോഹൻലാലിനെയും മമ്മൂട്ടിനെയും വിളിച്ചിട്ട് അവർ പോകാത്തതാണോ എന്തെല്ലാം സൗകര്യം കൊണ്ട്, അത് മറ്റെന്തെങ്കിലും കാരണമാണോ അതൊന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും ഇവർക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയതനുസരിച്ച് പൃഥ്വിരാജും സുപ്രിയയും അവിടെ ആ ഒരു മാരേജിൽ പോയി അതിൻ്റെ വീഡിയോസാണ് വന്നത്. അപ്പം അതിൻ്റെ താഴെ ഇങ്ങനെ കുറേ കമൻറ്റുകൾ അതിൽ എഴുതിയേക്കുവാണ്, രണ്ട് കൂതറകൾ ജാടത്തിണ്ടി, ഇതുകൊണ്ടാണല്ലേ സുകുമാരൻ പറഞ്ഞത് എനിക്കങ്ങ് കേന്ദ്രത്തിൽ വരെ പിടിപാടുണ്ടെന്ന്, അതായിരിക്കും ഇപ്പോൾ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇനി പറയാത്തതൊന്നുമില്ല. അപ്പം ഈ വീഡിയോ എടുക്കുമ്പോൾ പൃഥ്വിരാജ് കുറച്ച് മസിൽ പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് വരെ, അതായത് ഇവൻ ആരെ കാണിക്കാൻ ഇന്ന് ഇത്രയും മസിൽ പിടിക്കുന്നു, ഇവൻ്റെ വിചാരം സൽമാൻ ഖാനാണെന്നാണ് അവൻ്റെ വിചാരം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വളരെ മോശം എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ. ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരോട് ഒരു ചോദ്യം, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ നിങ്ങൾ പോകുമോ? അല്ലെങ്കിൽ നിങ്ങൾ പറയൂ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടനെ വിളിച്ചില്ല അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പോകാതിരിക്കുമോ? അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക കേട്ടോ. അത്രയും മോശമായിട്ടുള്ള കുറേ നെഗറ്റീവ് കമൻറ്റുകളാണ് വന്നിരിക്കുന്നത്. ഇവിടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് പൃഥ്വിരാജും ഭാര്യ സുപ്രിയയുമാണ് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ തമിഴിൽ നിന്നും എല്ലായിടത്തു നിന്നും ഉണ്ട് ആൾക്കാർ. പക്ഷേ അതിൽ കമൽഹാസൻ ഇല്ല. അപ്പോൾ പല ആൾക്കാരും അതിലും അവിടെ ഇല്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും എല്ലാവരെയും വിളിക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും അസൗകര്യം കൊണ്ട് പോകാതിരുന്നതാണെന്ന് നമുക്കറിയില്ലല്ലോ. അതിന് ഇനി പറയാത്തായിട്ട് മോശം, അതായത് ഒരാളും ഒരു 100 കമൻ്റ് ഉണ്ടെങ്കിൽ ഒരു 80 കമൻറ്റും നെഗറ്റീവ് കമൻറ്റുകളാണ്. അപ്പോൾ തന്നെ മനസ്സിലാകും ആളുകളുടെ മെൻറ്റാലിറ്റി എന്താണ്, എത്രമാത്രം അസൂയയാണെന്ന്. അതുപോലെ തന്നെ അവർ അവിടെ കയറി ചെല്ലുന്നവർക്ക് കയ്യിലൊരു ബാൻഡ് ഉണ്ട്, ഒരു റോസ് കളറിലൊരു ബാൻഡ് എല്ലാവരും കയ്യിലുണ്ട്. അപ്പോൾ ഈ ബാൻഡ് പിന്നെ ബാൻഡിനായി അയ്യോ അതിനെന്താ പറയുന്നത്, ഇങ്ങനെ ബാൻഡ് കെട്ടി കണ്ടിരിക്കുന്നത് പ്രസവ വാർഡിലേക്ക് സ്ത്രീകളെ കയറ്റുമ്പോഴാണ്, ഇവനെന്താ പ്രസവിക്കാൻ പോവാണോ? അവിടെ പോയിരിക്കുന്ന എല്ലാവരുടെയും കയ്യിലുണ്ട് സുഹൃത്തുക്കളെ ആ ഒരു ബാൻഡ്. അതായത് പുറത്തുനിന്നുള്ള എല്ലാവർക്കും പ്രവേശനമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മറ്റു ആളുകളും അത് ധരിച്ചിട്ടുണ്ട്. അതിനൊന്നും പ്രശ്നമില്ല. നമ്മുടെ പൃഥ്വിരാജും അതുപോലെ സുപ്രിയയും ധരിച്ചപ്പോഴാണ് അത് മലയാളികൾ കണ്ട പ്രശ്നം. മലയാളികളാണ് ഈ വക കമൻറ്റുകളൊക്കെ ഇടുന്നത്. അപ്പോൾ ആ കമൻറ്റൊക്കെ കാണുമ്പോൾ എത്രമാത്രം നിലവാരമില്ലായ്മയാണ് കാണിക്കുന്നത്. കാരണം നമ്മുടെ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് അവർ പോകുന്നു. അപ്പോൾ എന്തിനാ നമ്മൾ തന്നെ മോശം പറയുന്നത്? നമ്മുടെ ആൾക്കാർ തന്നെ നമ്മളെന്തിനാ മോശം പറയുന്നത്? അവരെന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങൾക്ക് ഇപ്പോൾ എനിക്കിടാൻ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും ഞാൻ പോകും. കാരണം നിങ്ങളാണെങ്കിലും പോകും. തീർച്ചയായിട്ടും നമ്മളങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ വിളിച്ചില്ല, അല്ലെങ്കിൽ എൻ്റെ ആൻറ്റിനെ വിളിച്ചില്ല, എൻ്റെ അങ്കിളിനെ വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പോകാതിരിക്കും. നമ്മളൊരാൾ ഇൻവിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാൻ യാതൊരു ബുദ്ധിമുട്ടുകളില്ലെങ്കിൽ തീർച്ചയായിട്ടും പോകും. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ചേട്ടൻ ഇന്ദ്രജിത്ത് പോയിട്ടില്ല, അപ്പോൾ എൻ്റെ ചേട്ടനെ വിളിച്ചില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അല്ലല്ലോ. അതിപ്പോൾ ഓരോരുത്തരുടെ ഇതല്ലേ, ഇഷ്ടമല്ല, അവരുടെ ഇഷ്ടങ്ങളല്ലേ. അതിന് ഇത്രമാത്രം ഇപ്പോൾ കമൻറ്റുകൾ പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലൊന്നും കയറി കൈയെടുത്തതല്ല. പക്ഷേ കുറച്ചൊക്കെ മര്യാദയാവാം. എന്തൊക്കെ മോശം കൂതറകൾ, അത് ഇത് അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യണം തോന്നി. കാരണം ഇപ്പോൾ പ്രശ്നം എന്താണെന്നറിയോ? പൃഥ്വിരാജിനെ വിളിച്ചു, മോഹൻലാലിനെയും മമ്മൂട്ടിനെയും വിളിച്ചില്ല. അതാണ് പ്രശ്നം. ഈ മോഹൻലാലിനും മമ്മൂക്കയ്ക്കും ലാലേട്ടനും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ഇവിടെയുള്ള മറ്റുള്ള ആൾക്കാർക്ക്. അവർക്ക് ചിലപ്പോൾ നമ്മൾക്കറിയോ, നിങ്ങൾക്കറിയോ, ചിലപ്പോൾ അവരെ വിളിച്ചിട്ട് അവരിവിടെ സ്ഥലത്തില്ലാത്തത് കൊണ്ടോ അവർക്ക് മറ്റെന്തെങ്കിലും അസൗകര്യം കൊണ്ടോ പോകാത്തതാണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതിന് ഈ പൃഥ്വിരാജിൻ്റെ തലയിലോട്ട് കയറുന്നത് ശരിയാണോ? പൃഥ്വിരാജ് എന്ത് ചെയ്തു? അപ്പോൾ ഈ കമൻ്റ് ഇടുന്നവർ, ഇപ്പം ഞാനിപ്പോൾ ഈ പറയുന്ന വീഡിയോയ്ക്ക് ചിലപ്പോൾ നെഗറ്റീവ് കമൻറ്റ് വരാം. എന്താ തന്നെയാണെങ്കിലും സ്വാഗതം ചെയ്യുന്ന ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കും പറയാം. കാരണം ആ ഒരു പരിപാടിയിൽ അവർ പങ്കെടുത്തത് അത്ര വലിയ തെറ്റാണോ? മറ്റുള്ള ആൾക്കാരെ വിളിച്ചില്ല എന്ന് പറഞ്ഞ് അവരതിന് പോകാതിരിക്കണമായിരുന്നു. ഇപ്പം നയൻതാരയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. അതുപോലെ അജിത്തിന് അതിൽ ആ വീഡിയോയിൽ കണ്ടില്ല, ഞാൻ കാണാതിരുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് പറഞ്ഞിട്ട് അജിത്ത്, പിന്നെ സൂര്യ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പല ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് അവർ ഇവർ വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് മോശമല്ലേ? എന്താണെങ്കിലും നമ്മുടെ മലയാളത്തിൽ നിന്ന് അവർ പോയില്ലേ, നല്ലൊരു കാര്യമായിട്ട് കരുതുക. പിന്നെ ഈ അംബാനിയുടെ മകൻ്റെ കാര്യം അതിന് ഇനി പറയാത്തൊന്നുമില്ല. അവരുടെ പൈസക്ക് അവരുടെ മോൻ്റെ കല്യാണം ചിലപ്പോൾ അവർ ഭയങ്കര ലാവശ്യമായിട്ട് നടത്തുന്നുണ്ടാവും, ലാവശ്യമാണ്. അപ്പോൾ അത് നമ്മൾ ഇടപെടേണ്ടത് നമ്മുടെ പണം കൊണ്ടൊന്നും അല്ലല്ലോ, അവരുടെ പൈസ കൊണ്ട് അവരടിച്ചു വിളിക്കുന്നു. ഇപ്പം പറയുമായിരിക്കും ഇതെല്ലാം ജിയോ എന്ന് കിട്ടുന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അവരിപ്പോൾ ഇതൊക്കെ ജിയോ എന്ന് വാങ്ങിക്കുന്നു, സമ്മതിച്ചു. ഇനിയിപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അവരിപ്പോൾ ഈ കല്യാണത്തിന് ഇത്രയും പൊടിച്ചില്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും കാര്യത്തിന് അത് ഉപയോഗിക്കും. അവരുടെ പണമല്ല, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരത് യൂസ് ചെയ്യും. അപ്പം നമ്മളതിൽ
കുശുമ്പെടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ കണ്ണുകടി കൊണ്ട് അവരെ കുറേ കുറ്റം പറഞ്ഞുകൊണ്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇങ്ങനെ ഇരുന്ന് കമൻറ്റുകൾ പറഞ്ഞ് നമ്മുടെ തന്നെ നിലവാരം കുറക്കാമെന്നല്ലാതെ മറ്റൊരു ഉപകാരമില്ല. ഞാനിപ്പോൾ ഇത്രയും മോശമായിട്ടുള്ള നെഗറ്റീവ് കമൻറ്റ്സ് വന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം. വീഡിയോസ് ഇഷ്ടമാണ് ലൈക്ക് ചെയ്യണം. താങ്ക് യു സോ മച്ച്.